ഗംഗംബാബ. ഗംഗംബാബ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഭാഗവതത്തിൽ പറയുന്ന നൈമിശാരണ്യം, അതായത് കലി ബാധിക്കാത്ത സ്ഥലമാണ്. ഋഷികളെല്ലാം അവിടെയാണ് ഒത്തുകൂടുന്നത്. ആ സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. എന്തിനു വന്നു എന്നുള്ളതാണ് പിന്നീട്. വന്ന അതേ സമയത്ത് തന്നെ ഈ തിരുനക്കര എന്നെ ആണ് ആദ്യമേ അദ്ദേഹം പരിചയപ്പെടുന്നത്. പരിചയപ്പെടുകയല്ല, എന്തോ ഒരു മുൻകാല ബന്ധം പോലെ തന്നെ എന്നോട് അർക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നേരം ഒരു കമണ്ടലും അതുപോലെ ഈ കാതിലെ ഇങ്ങനെ ഒരു 2 കടുക്കൻ, പിന്നെ നല്ല വിരിഞ്ഞ ഒരു വിശറി പാള കൊണ്ടു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, സംസ്കൃതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളെല്ലാം. എപ്പോഴും ഗായത്രി ഇങ്ങനെ രാമൻ്റെ അങ്ങനെ ഓം ശ്രീരാമ രാമ ശ്രീരാമ രാമ എന്നുള്ള മന്ത്രങ്ങൾ തന്നെ ഇങ്ങനെ ഉരുവിട്ടുണ്ട്, ഗായത്രി ഉരുവിട്ടുണ്ട്. ഇങ്ങനെ ഇതേ രീതി വേറൊരു ചിന്തയും ഇല്ല. ആ ആള് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാതെ മുൻകൂട്ടി തന്നെ അത് വേറൊരു സ്ഥലത്തേക്ക് ആക്കി തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ധാരാളം പേര് ഇത് സർച്ചിച്ചു. ഇദ്ദേഹം ആഹാരമൊന്നും കഴിക്കുന്ന ആളല്ല, പക്ഷെ ഗഞ്ചാവ് ശരിക്ക് കഴിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ ഗംഗംബാബയ, ഗഞ്ചാവ് സ്വാമി എന്നാണ് അദ്ദേഹം അതിന് പറയുന്നത്. പക്ഷെ കഞ്ചാവ് കഴിച്ചാലും അതിൻ്റെ യാതൊരു തരത്തിലുള്ള ദോഷഫലങ്ങളും കാണിക്കുന്നില്ല. യാതൊരു ഉന്മേഷക്കുറവോ മറ്റു തരത്തിലുള്ള ഭ്രമമോ മറ്റുള്ളവർക്ക് ഉപദ്രവമോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം രാത്രി എവിടെ ഉറങ്ങുമെന്ന് പോലും ആർക്കും അറിയില്ല. അദ്ദേഹം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അത് ചില സമയത്ത് നമ്മൾ വളരെ രാവിലെ തന്നെ കാണുമ്പോൾ ആ കണ്ട സ്ഥിതി കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവിടുത്തെ പൂജ്യമായിട്ടുള്ള ആ മണ്ണും കക്കയും അതുപോലെ അവിടുത്തെ പൂജ കഴിഞ്ഞിട്ടുള്ള ആ ഇതെല്ലാമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അതുപോലെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ എഴുതിക്കുന്ന രീതിയിൽ അത് നമ്മളെ കാണിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ട് ജീവിച്ച ഒരു ഗംഗംബാബ ധാരാളം ആൾക്കാരുടെ ആ ഭക്തി, അദ്ദേഹത്തെ വിശ്വാസങ്ങളോടുകൂടി ഇരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അയ്യപ്പ വിഗ്രഹം ചെങ്ങന്നൂർ തീർക്കുകയും അത് ശബരിമലയിലെ ചൈതന്യത്തെ ആവാഹിച്ചിട്ട് അഗസ്ത്യകൂടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് അധികം ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി വരുന്ന അഷ്ടഗന്ധം കുമാരനെല്ലൂർ ഒരു മനയിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന അഷ്ടഗന്ധം ചോദിച്ചു വാങ്ങുന്നതാണ്. അവ ഏതോ വെച്ചിരിക്കുന്ന സാധനം എടുക്കുന്ന പോലെയുള്ള ലാഘവത്തോടു കൂടിയാണ് ചോദിക്കുക. അവരെല്ലാം അത്ഭുതപ്പെട്ടു, അതെടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അത് എന്നിട്ട് അവിടെ കൊണ്ട് തനിയെ തന്നെ പ്രതിഷ്ഠിച്ചു അവിടെ യാഗമെല്ലാം അദ്ദേഹം നടത്തി. യാഗം നടത്തി അവസാനം അവിടെ സമാധി ആകുകയാണ് ചെയ്തത്. അപ്പം ഇനി ഒരു സമയത്ത് നമ്മുടെ ഈ ശബരിമല ഇവിടുന്ന് അങ്ങോട്ട് മാറുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അതെപ്പോഴാണ്, ഏത് യുഗത്തിലാണെന്ന് പറയാനുള്ള അത് ചെയ്യാൻ വന്ന ആളാണ് ഗംഗംബാബ. ആ ബാബയുമായിട്ടും 8 വർഷത്തെ വളരെയധികം അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം, അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം ഒക്കെ വളരെയധികം എനിക്ക് പ്രയോജനം ചെയ്തു. ഞാനിങ്ങനെ ഈ യോഗ സാധന ചെയ്യുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ മിക്കവാറൊരു ഉച്ച സമയം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തിരുനക്കര അമ്പലത്തിന് വാതുക്കലുള്ള അരയാലിൻ്റെ ചുവട്ടിൽ ആ തറയിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു യുവസന്യാസി മുണ്ടനം ചെയ്ത് കഴിഞ്ഞ് തലമുടി കെളുത്തു വരുന്ന ഒരു രൂപമാണ് കാണുന്നത്. ഒരൊറ്റ കാഷായം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വന്നിട്ട് എന്നോട് ഒരു ദക്ഷിണ ആവശ്യപ്പെട്ടു. ആ ദക്ഷിണ എൻ്റെ കയ്യിൽ അന്നേരം അങ്ങനെ കൊടുക്കാനൊന്നുമില്ല, എങ്കിലും ഒരു 4 അണ ആണച്ചക്ര കാലം 4 അണ എടുത്തു
കൊടുത്തു, ഭക്തിപൂർവ്വം കൊടുത്തു. അദ്ദേഹം എനിക്കൊരു മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രം മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത്, നീ ഇത് ജപിച്ചു എന്ന് പറഞ്ഞു. ആ ജപത്തിൽ അതങ്ങനെ ശിവരാത്രി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കും. വെളുപ്പിന് കുളിക്കാൻ ഈ കുളത്തിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണത് അവസാനിപ്പിക്കും. ഇങ്ങനെ അനവധി വർഷങ്ങളും എനിക്കതൊക്കെ ചെയ്യാൻ സാധിച്ചു. അതുപോലെ അവിടെ ഈ ഗീത പാരായണം അതിങ്ങനെ 18 അധ്യായങ്ങളും 18 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ഈ സന്യാസിമാരവിടെ വന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് വളരെയധികം അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലെല്ലാം പങ്കെടുക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു ഒരു സുഹൃതം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടിയത് എന്തോ ഒരു പൂർവ്വ ജന്മസുഹൃതമാണ്. അത് തന്നെയല്ല, ഇങ്ങനെ ഈ രോഗം വരാനും വരുന്ന ആ സമയത്ത് അതിന് നിമിത്തമായി ഒരു സർപ്പം എന്നെ കടിക്കാനും ആ കടിച്ച സർപ്പം എൻ്റെ ആ മുന്നോട്ടുള്ള ഗതി തൽക്കാലം എന്നെ തടഞ്ഞെങ്കിലും, എൻ്റെ വിദ്യാഭ്യാസ രംഗങ്ങൾ അന്നേരം തടഞ്ഞെങ്കിലും വീണ്ടും അതിലും കൂടുതൽ ജ്ഞാനപ്രദവും അതുപോലെ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള വിവിധ തരം ശാസ്ത്ര ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അതെല്ലാം മനസ്സിലാക്കാനും ഗുരുക്കന്മാരെ കിട്ടാനും ഒക്കെ കാരണം ആ സർപ്പദംശമാണ്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവിടെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഏതെങ്കിലും തൊഴിലൊക്കെ ഏർപ്പെട്ട് സാധാരണ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നും എനിക്ക് അനേകം ലോകത്തിൻ്റെ നാനാവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് പല പ്രശ്നങ്ങളുമായിട്ട് വന്നവരെ നേരിടാനും അവർക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും പഠിപ്പിക്കാനും ചികിത്സിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി. ഒരു സമയത്ത് ഏതാണ്ട് 97 സ്വിറ്റ്സർലൻഡിൽ നിന്ന് നേരെ ഡൽഹിയിൽ വന്നിട്ട് ഒരു ആളെ ചികിത്സിക്കേണ്ടി വന്നു. അത് ഞാൻ KBM ചേർത്തല KBM ആശുപത്രിയിൽ ചികിത്സകനായി ഇരിക്കുന്ന സമയത്ത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവർക്ക് വേണ്ടുന്ന ഒരു സായിപ്പിൻ്റെ പത്നി അവർക്ക് വെരിക്കോസ് വെയിൻ വന്നിട്ട് വളരെയധികം കലശലായി മറ്റു ചികിത്സകളിലൊന്നും അത് ഭേദമാകാത്തൊരവസ്ഥയിൽ എൻ്റെ സഹായത്തിൽ അത് ഭേദമാക്കാമെന്നും ഉള്ള വിശ്വാസത്തിൽ എന്നെ അങ്ങോട്ട് അയച്ചതാണ്. ഡൽഹിയിൽ ഞാൻ പോയി 10 ദിവസം കൊണ്ട് അതിനെ 50% കുറച്ചു കൊടുക്കാനും പിന്നീട് അവരതുപോലെ തന്നെ കണ്ണൂർ വന്ന് 10 ദിവസം കൊണ്ട് വേറൊരു സമയത്ത് അത് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവധി ചികിത്സകൾ നടത്താനും അത് ഫലപ്രദമായി അതിനെ നേരിടാനും ഒക്കെയുള്ള മാനസിക നിലയും അതിനുള്ള അവസ്ഥകളും അവസരങ്ങളൊക്കെ ഈ യോഗാവിദ്യ അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ എന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഗുരുവിൻ്റെ ആ ഉപദേശം കൊണ്ടാണ് ചെയ്യുന്നത്. ആ ഗുരു എപ്പോഴും പ്രത്യക്ഷനായിട്ട് എനിക്കിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞതയെ മാറ്റിത്തരുന്ന ആളാണ്. നമ്മളിലെല്ലാം ഉണ്ട്, പക്ഷെ അത് കാണാനുള്ള കഴിവ് നമുക്കില്ല. അത് മറ്റ് ഒരു സാഹചര്യത്തിൽ ഈ ഗുരുവിൻ്റെ സഹായത്തോടെ നമുക്ക് അത് കാണാനുള്ളൊരു അവസരം, അതാണ് ഗുരു ഇരുട്ടിനെ കീറി മുറിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പം എൻ്റെ ആ താമസ സ്ഥലത്തോട് തന്നെ ചേർന്നിട്ട് ഗുരുവിന് വേണ്ടി ഈ സുബ്രഹ്മണ്യ ശക്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പൂജാ സംവിധാനമുണ്ട്, ഒരു ക്ഷേത്രം തന്നെയുണ്ട്. അപ്പം നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ അവിടെ അറിയണോ, ആ സംശയങ്ങളെല്ലാം എന്തെല്ലാം ഉണ്ടോ, കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയണോ, അതിനുള്ളൊരു ഏർപ്പാട് കൂടി അവിടെയുണ്ട്.